ജാവയുടെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. Conditional control statements. Conditional control statements in programming languages decides the direction of flow of program execution. നിങ്ങൾക്കറിയാം ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ജാവ യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പം ഏത് പ്രോഗ്രാം എടുത്താലും അതിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ കാണും. എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അടുത്തത് ഏത് ലൈൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം ഏറ്റവും സിമ്പിൾ പ്രോഗ്രാം ആണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു 10 ലൈൻ ഉണ്ട്. ആദ്യത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈൻ, അത് കഴിഞ്ഞ് നാലാമത്തെ ലൈൻ, അങ്ങനെ സീക്വൻഷ്യലായിട്ട് പോകുന്നതായിട്ട് എടുക്കാം. പക്ഷേ പ്രോഗ്രാംസ് കോംപ്ലക്സ് ആകും തോറും പല കണ്ടീഷൻസ് ബേസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രാഞ്ച് ചെയ്തൊക്കെ പോകേണ്ടി വരും. അതിനു വേണ്ടിയാണ് നമ്മൾ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻസ് ബേസ് ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻ ജാവ ദി കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ if statement, if else statement, nested if statement, if else if ladder, switch case statement. ഇപ്പോൾ ജാവയിലെ if സ്റ്റേറ്റ്മെന്റ്, if else സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് if സ്റ്റേറ്റ്മെന്റ്, if else if ladder, switch case സ്റ്റേറ്റ്മെന്റ്, ഇത്രയാണ് ജാവയ്ക്കുള്ള കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. If statement. If statement is the most simple decision making statement. Conditional control statement വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് if statement. It is used to decide whether a certain statement or block of statements will be executed or not. if സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താണ് ചില സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ചില ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റോ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ നമുക്ക് ഈ if സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. If a certain condition is true, then a block of statement is executed, otherwise not. ഇപ്പം നമുക്ക് ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ 5 സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യേണ്ട, ചില കണ്ടീഷൻ ബേസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് if സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അപ്പം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. if സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്: if ബ്രാക്കറ്റിൽ കണ്ടീഷൻ, ഇഫിന്റെ ഓപ്പണിംഗ് ബ്രേസ്, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇഫിലെ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ്സ്, അതാണ് സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ എപ്പോഴേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? ഇഫ് കഴിഞ്ഞ് ആ ബ്രാക്കറ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയുന്നു, ആ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഇഫ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ആ ക്ലോസിംഗ് ബ്രേസ് ഇട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇഫ് ബ്രാക്കറ്റ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഇഫ് അകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. ഈ ലോജിക്കിന് ഒരു ഫ്ലോ ചാർട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അടുത്തത്. സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 2 സിറ്റുവേഷൻസ് വരാം. ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം.
ട്രൂ ആണെങ്കിൽ നേരെ ഇഫിൻ്റെ ബോഡിയിലോട്ട് പോകുന്നു. ഇഫിൻ്റെ ബോഡിയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇഫിൻ്റെ ബോഡിയിലോട്ട് പോകുന്നില്ല, ആ ഇഫിൻ്റെ ബോഡി കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ബിലോ ഇഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇഫിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യില്ല. എന്നിട്ട് അവസാനം എക്സിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് ചെയ്യുന്നു, ഫോൾസ് ആണെങ്കിൽ ബോഡി പാർട്ട് ചെയ്യുന്നില്ല. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. If the if condition is true, then if statement is executed. നമ്മൾ നേരത്തെ പറഞ്ഞ വെറും ഇഫ് ആണെങ്കിൽ അവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യില്ല, അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി നമുക്ക് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം, അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറെ ചില സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം if condition is true, then if statement is executed. If the if condition is false, then else statement will be executed. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ if statement എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ else സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ if else സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്: if ബ്രാക്കറ്റ് കണ്ടീഷൻ, ഇഫിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്, അവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ആ ഇഫ് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. എന്നിട്ട് ആ ഇഫിൻ്റെ ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ക്ലോസിംഗ് ബ്രേസ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. അടുത്തത് എൽസ്. എൽസിൻ്റെ ബ്ലോക്ക് ഓപ്പണിംഗ് ബ്രേസ് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ഫോൾസ്. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഒക്കെയാണ് നമ്മൾ എൽസ് ബ്ലോക്കിൽ പറയുന്നത്. ഇഫ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇഫ് ബ്ലോക്കിൽ പറയുന്നത്. അപ്പം എൽസ് ബ്ലോക്ക് ഓപ്പൺ ചെയ്തു, ആ എൽസ് ബ്ലോക്കിൽ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, അവസാനം എൽസ് ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇഫ് കണ്ടീഷൻ, ഇഫ് ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, എന്നിട്ട് ഇഫ് ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് എൽസ് ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്കിലുള്ളത് ചെയ്യും, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ള ചെയ്യും. എൽസ് വീണ്ടും ഓപ്പണിംഗ് ബ്രേസ്, സ്റ്റേറ്റ്മെന്റ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ഫോൾസ്, എന്നിട്ട് ആ എൽസ് ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. ഇഫ് എൽസിന്റെ ലോജിക്ക് സ്റ്റാർട്ട് ഇഫ് കണ്ടീഷൻ. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ ബോഡി പാർട്ട് ചെയ്യും, അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബോഡി പാർട്ട് ചെയ്യും. അപ്പോൾ ഇഫ് ബോഡി പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബോഡി പാർട്ട് ചെയ്യും, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ബിലോ ഇഫിലെത്തും, അവിടെ നിന്ന് എക്സിറ്റ്. സ്റ്റാർട്ട് ചെയ്യും, ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് എന്ന് പറഞ്ഞാൽ ബോഡി പാർട്ട് ചെയ്യും, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് എന്ന് പറഞ്ഞാൽ ബോഡി പാർട്ട് ചെയ്യും. ഇത് രണ്ടും ചെയ്ത് എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒന്നേ ചെയ്യൂ. ഈ കണ്ടീഷൻ ഒരേ സമയത്ത് ട്രൂവും ഫോൾസും കൂടെ ആവില്ല, ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ ഇഫ് ബോഡി പാർട്ട് ചെയ്യും, എൽസ് ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എൽസ് ബോഡി പാർട്ട് ചെയ്യും, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ബിലോ ഇഫ് ആൻഡ് എക്സിറ്റ്. ഇതാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. Nested if statements means an if statement inside another if statement. ഒരു if സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വേറൊരു if സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ്: ഇഫ് കണ്ടീഷൻ 1, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, അതിനകത്ത് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുമ്പം ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. അപ്പോൾ ഇഫ് ബ്രാക്കറ്റ് കണ്ടീഷൻ 1,
അതിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. അടുത്ത് ഇഫ് കണ്ടീഷൻ 2. അപ്പോൾ ഇഫ് കണ്ടീഷൻ 1ൻ്റെ അകത്താണ് ഇഫ് കണ്ടീഷൻ 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ 1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും അടുത്ത ഇഫിലോട്ട് വരും. അവിടെ കണ്ടീഷൻ 2 നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 2 ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ 1ഉം ട്രൂ ആയിരിക്കണം, കണ്ടീഷൻ 2ഉം ട്രൂ ആയിരിക്കണം. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഇഫ് ബ്ലോക്കിൽ കയറുള്ളൂ. എന്നിട്ട് ആദ്യം ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കണ്ടീഷൻ 1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇഫ് കണ്ടീഷൻ 2 രണ്ടാമത്തെ കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യും. അതാണ് കണ്ടീഷൻ 2. അങ്ങനെ കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 2 ഈസ് ട്രൂ എന്നുള്ളത് ചെയ്യും. പക്ഷേ കണ്ടീഷൻ 2 ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടീഷൻ 1ഉം ട്രൂ ആയിരിക്കണം, കണ്ടീഷൻ 2ഉം ട്രൂ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ആ കണ്ടീഷൻ 2ൻ്റെ ഇഫ് ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് കണ്ടീഷൻ 1ൻ്റെ ഇഫ് ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇഫ് കണ്ടീഷൻ 1 എന്നുള്ളതിൻ്റെ അകത്ത് ഇഫ് കണ്ടീഷൻ 2. അപ്പോൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വേറെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോജിക്ക് ഫ്ലോ ചാർട്ടിൽ സ്റ്റാർട്ട് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ ബോഡി പാർട്ട് ചെയ്യുന്നു. ആ ഇഫ് കണ്ടീഷനകത്ത് വലത്തോട്ട് നമ്മൾ നോക്കിയാൽ ആ ഇഫ് കണ്ടീഷനകത്ത് അടുത്ത നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ അകത്തുള്ള ഇഫിൻ്റെ ബോഡി പാർട്ട് ചെയ്യുന്നു. അത് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ എൽസ് ബോഡി പാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ കേസിലും നമ്മൾ അവസാനം സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ബിലോ ഇഫിലോട്ട് വരും. എന്നിട്ട് എക്സിറ്റ് ചെയ്യും. ഒരു ഇഫ് കണ്ടീഷനകത്ത് അടുത്ത ഇഫ് കണ്ടീഷൻ, ഇതിനാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇഫ് എൽസ് ഇഫ് ലാഡർ a user can decide among multiple options. If else if ladder യൂസ് ചെയ്യുന്ന നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യാം. ദി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഫ്രം ദി ടോപ്പ് ഡൗൺ. മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. As soon as one of the conditions controlling the if is true, the statement is associated with that if is executed and the rest of the ladder is bypassed. ഏതെങ്കിലും ഒരു ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഏത് ഇഫിൻ്റെ കണ്ടീഷനാണോ ട്രൂ ആയത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഫിലോട്ട് പോകത്തില്ല, പിന്നെ ലാഡർ ബൈപ്പാസ് ചെയ്ത് പോകും. ഇനി if none of the condition is true, then final else statement will be executed. ഒരു കണ്ടീഷനും ട്രൂ ആയില്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് കാണും. ആ എൽസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഇഫ് എൽസ് ഇഫ് ലാഡറിന്റെ സിന്റാക്സ് നോക്കാം. ഇഫ് കണ്ടീഷൻ 1 ഇഫിന്റെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. എന്നിട്ട് ഇഫ് ബ്ലോക്ക് കഴിഞ്ഞു, ആ കണ്ടീഷൻ 1ന്റെ ഇഫ് ബ്ലോക്ക് കഴിഞ്ഞു. എൽസ് കഴിഞ്ഞിട്ട് ഇഫ് കണ്ടീഷൻ 2. ഇവിടെയാണ് നെസ്റ്റഡ് ഇഫ് ആയിട്ടുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ നെസ്റ്റഡ് ഇഫ് നോക്കിയപ്പം ഇഫ് കണ്ടീഷൻ 1ന്റെ അകത്തായിരുന്നു കണ്ടീഷൻ 2, ഇഫ് കണ്ടീഷൻ 2. പക്ഷെ അവിടെ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിലേ കണ്ടീഷൻ 2യിലോട്ട് പോകൂടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇഫ് കണ്ടീഷൻ 1 എന്നിട്ട് കണ്ടീഷൻ 1ന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും. എന്നിട്ട് കണ്ടീഷൻ 2യിലോട്ട് ഇവിടെ പോകണമെങ്കിൽ കണ്ടീഷൻ 1 ഫോൾസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ എൽസ് പാർട്ടാണ്. എൽസ് ഇഫ് കണ്ടീഷൻ 2. അപ്പോൾ കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിലേ ഇവിടെ കണ്ടീഷൻ 2യിലോട്ട് പോവുള്ളൂ. എൽസ് ഇഫ് കണ്ടീഷൻ 2 എന്നിട്ട് ആ കണ്ടീഷൻ 2 എന്നുള്ള ഇഫിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്, പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 2 ഈസ് ട്രൂ.
കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ ആ കണ്ടീഷൻ 2 ഇഫിന്റെ ക്ലോസിംഗ് ബ്രേസ്. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എത്ര വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. എന്നുവെച്ചാൽ വീണ്ടും എൽസ് ഇഫ് വരാം. അതാണ് ഒരു സിംഗിൾ ഡോട്ടഡ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ വീണ്ടും സിംഗിൾ ഡോട്ട് വെച്ചാൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. ഏറ്റവും അവസാനം എൽസ് അവിടെ സ്റ്റേറ്റ്മെന്റ്. അപ്പം കണ്ടീഷൻ 1ഉം കണ്ടീഷൻ 2ഉം അങ്ങനെ ഇപ്പോൾ അടുത്ത എൽസ് ഇഫ് കണ്ടീഷൻ 3 കാണും, എൽസ് ഇഫ് കണ്ടീഷൻ 4 കാണും, എൽസ് ഇഫ് കണ്ടീഷൻ 5 കാണും. അങ്ങനെ മോളിൽ നിന്ന് താഴോട്ട് ഒരുപാട് കണ്ടീഷൻസ് കാണും. ആ മോളിലുള്ള ഒരു കണ്ടീഷനും ബാധകം അല്ലെങ്കിൽ മാത്രമേ ഏറ്റവും അവസാനത്തെ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യൂ. അപ്പം കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 1ലെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ. പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് ബൈപ്പാസ് ചെയ്യും. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 2 ചെക്ക് ചെയ്യുള്ളൂ. അത് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 2ന്റെ മാത്രം ചെയ്യും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ലാഡർ ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. അതേസമയം ഏറ്റവും അവസാനം ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ എൽസ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? മോളിൽ പറഞ്ഞ ഒരു കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ. ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇനി ഇഫ് എൽസ് ഇഫ് ലാഡറിന്റെ ലോജിക്ക് ഫ്ലോ ചാർട്ട് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് കണ്ടീഷൻ 1. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടീഷൻ 1ന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1 ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബൈപ്പാസ് ചെയ്ത് നേരെ ആ എൻറ്റയർ ഇഫ് എൽസ് ഇഫ് ലാഡർ കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ബിലോ ഇഫിലോട്ട് പോകും. അതേസമയം കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ 2 ചെക്ക് ചെയ്യുമ്പം അപ്പോൾ കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 2ന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ 2ന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 2. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ താഴെ വരുന്ന ലാഡറിന്റെ ഭാഗങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്യും. ഇനി കണ്ടീഷൻ 3 എപ്പോഴേ ചെയ്യുള്ളൂ? കണ്ടീഷൻ 1 നോ ആണെങ്കിൽ കണ്ടീഷൻ 2 നോ ആണെങ്കിൽ എങ്കിലേ കണ്ടീഷൻ 3 ചെക്ക് ചെയ്യുള്ളൂ. അങ്ങനെ കണ്ടീഷൻ 3 ചെക്ക് ചെയ്യുമ്പം അത് ട്രൂ ആണെങ്കിൽ അപ്പം സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ 3 ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് 3. അത് ചെയ്യും. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 3 ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള ഭാഗം ബൈപ്പാസ് ചെയ്തു പോകും. ഏറ്റവും അവസാനം എൽസ് ബോഡി. അപ്പൊ എൽസ് ബോഡിയിലോട്ട് എപ്പോഴേ വരൂ? കണ്ടീഷൻ 1ഉം ഫോൾസ് ആയിരിക്കണം, കണ്ടീഷൻ 2ഉം ഫോൾസ് ആയിരിക്കണം, കണ്ടീഷൻ 3ഉം ഫോൾസ് ആയിരിക്കണം. എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ മാത്രമേ എൽസ് ബോഡി ചെയ്യുള്ളൂ. അങ്ങനെ എൽസ് ബോഡി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഏറ്റവും താഴോട്ട്. ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. അടുത്തത് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. Switch case statement. The switch statement is a multi-way branch statement. Multi-way. നമുക്ക് പല സിറ്റുവേഷൻ ഉണ്ട്. കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4 അങ്ങനെ കുറേ സിറ്റുവേഷൻ. അവസാനം ഈ കേസ് ഒന്നും ബാധകമല്ലെങ്കിൽ ഡീഫോൾട്ട്. അങ്ങനത്തെ ഒരു ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. It provides an easy way to dispatch execution to different parts of code based on the value of the expression. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ എക്സ്പ്രഷന്റെ വാല്യൂ ബേസ് ചെയ്ത് ഏത് പാർട്ട് ഓഫ് ദി കോഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നിശ്ചയിക്കും. ആ ഒരു ലോജിക്കാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് is a control statement that allows a value to change control of execution. എപ്പോഴും ഒരു വാല്യൂ ബേസ് ചെയ്താണ് ഇവിടെ ബ്രാഞ്ചിങ് വരുന്നത്. വാല്യൂ 1 ആണെങ്കിൽ ഒരു രീതി ബ്രാഞ്ച് ചെയ്യും, വാല്യൂ 2 ആണെങ്കിൽ വേറൊരു രീതി ബ്രാഞ്ച് ചെയ്യും, വാല്യൂ 3 ആണെങ്കിൽ വേറൊരു രീതി ബ്രാഞ്ച് ചെയ്യും. അപ്പം ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ അനുസരിച്ചാണ് ഇവിടെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ വരുന്നത്. The expression provided in the switch should result in a constant value, otherwise it would not be valid. ഈ വാല്യൂ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കണം. അല്ലാതെ ആദ്യത്തെ കേസിൽ വാല്യൂ 1, രണ്ടാമത്തെ കേസിൽ വാല്യൂ മാറാൻ പാടില്ല. അപ്പം ആ സ്വിച്ചിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ സപ്ലൈ ചെയ്യുന്ന വാല്യൂ എപ്പോഴും എന്തോന്നായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇൻവാലിഡ് ആയിപ്പോകും. കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ.
ദി ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷണൽ. നമ്മൾ അടുത്ത സിൻടാക്സ് പോകുമ്പോൾ മനസ്സിലാവും. കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞാൽ എത്ര കേസ് വേണോ ആവാം. ഏറ്റവും അവസാനം ഡീഫോൾട്ട് എന്ന് വെച്ചാൽ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ കേസ് 1 മുതൽ എത്ര കേസാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും കേസ് ആപ്ലിക്കബിൾ അല്ലെങ്കിലാണ് നമ്മൾ ഏത് ചെയ്യുന്നത്, ഡീഫോൾട്ട്. പക്ഷെ സ്വിച്ച് കേസിന്റെ ബേസിക് സിൻടാക്സ് അനുസരിച്ച് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് അല്ല, ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷണൽ ആണ്. ഈവൻ ഇഫ് ദി സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് ഹാവ് എ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വുഡ് റൺ വിത്തൗട്ട് എനി പ്രോബ്ലം. ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിലും സ്വിച്ച് കേസ് നമ്മൾ വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ കൂടുതൽ സിറ്റുവേഷനിലും നമ്മൾ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പം അതിനകത്ത് ഏത് കാണും, ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കാണും. ദി ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഇൻസൈഡ് ദി സ്വിച്ച് ടു ടെർമിനേറ്റ് എ സ്റ്റേറ്റ്മെന്റ് സീക്വൻസ്. കേസ് 1 നമ്മൾ നേരത്തെ പറഞ്ഞു പല കേസുണ്ട്. അതിൽ കേസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. വെച്ചാൽ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ താഴോട്ടുള്ള വേറെ ഒരു കേസും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. When a break statement is reached, the switch terminates and the flow of control jumps to the next line following the switch statement. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന് താഴെ വരുന്ന ലൈൻസ് ഒന്നും പിന്നെ ചെയ്യില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്ത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ വെളിയിൽ പോകും. ജസ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന അടുത്ത ലൈന് മാത്രമേ പിന്നെ ചെയ്യുള്ളൂ. അപ്പോൾ സാധാരണ ബ്രേക്ക് എപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ കേസ് കഴിയുമ്പോഴേ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യും. കേസ് 1 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് 2ലോട്ടോ 3ലോട്ടോ ഈവൻ ഡീഫോൾട്ടിലോട്ടോ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. കേസ് 2 ചെയ്ത് കഴിയുമ്പോൾ കേസ് 2 ആണ് ആപ്ലിക്കബിൾ എങ്കിൽ ആ കേസ് 2 മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നിലോട്ടും പിന്നെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ദി ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷണൽ. ഇവിടെയും നമ്മൾ നേരത്തെ ഡീഫോൾട്ട് പറഞ്ഞതുപോലെ ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ്. If omitted, execution will continue on to the next case. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് കേസ് 1 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്ത് സ്വിച്ച് കേസിന്റെ വെളിയിൽ പോകണം. അതേസമയം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ അടുത്ത കേസിലോട്ട് പോകും. കേസ് 1 കഴിഞ്ഞ് കേസ് 2ലോട്ട് പോകും, വീണ്ടും കേസ് 3ലോട്ട് പോകും. അപ്പം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ അടുത്ത കേസിലോട്ട് പോകും. ദി ഫ്ലോ ഓഫ് കൺട്രോൾ വിൽ ഫോൾ ത്രൂ ടു സബ്സിക്വന്റ് കേസസ് അണ്ടിൽ എ ബ്രേക്ക് ഈസ് റീച്ച്ഡ്. ആ ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കേസും ചെയ്യും. ഇവിടെയും നമ്മൾ കൂടുതൽ സിറ്റുവേഷനിലും സ്വിച്ച് കേസിനകത്ത് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ കൂടുതൽ സിറ്റുവേഷനിലും ഇവിടെയും സ്വിച്ച് കേസിനകത്ത് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ്. സ്വിച്ച് എൻ, ആ എൻ എന്ന് പറയുന്നതിനോടെ കോൺസ്റ്റന്റ് വാല്യൂ, എന്നിട്ട് സ്വിച്ചിന്റെ ഓപ്പണിംഗ് ബ്രേസ്. കേസ് 1 കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് എൻ ഈസ് ഈക്വൽ ടു 1. എൻ 1 ആണെങ്കിൽ ഇവിടെ ഏത് ചെയ്യും, കേസ് 1 ചെയ്യും. എന്നിട്ട് ബ്രേക്ക്. അപ്പൊ കേസ് 1 ചെയ്തു. കേസ് 1 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് 2 മുതൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ചെയ്ത് സ്വിച്ചിന്റെ വെളിയിൽ പോകണം. അതിനു വേണ്ടിയാണ് ബ്രേക്ക്. ലോജിക്ക് പറയുമ്പോൾ അടുത്ത കേസ് 2 കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n is equal to ഇതിന്റെ വാല്യൂ 2 ആണെങ്കിൽ കേസ് 1 വരുമ്പോൾ ട്രൂ അല്ല, അപ്പൊ പിന്നെ കേസ് 2ലോട്ട് പോകും. ഇവിടെയും ഇപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ കേസ് 2 ചെയ്യും. അങ്ങനെ കേസ് 2 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്ത് സ്വിച്ചിന്റെ വെളിയിൽ പോകണം. അതിനു വേണ്ടിയാണ് വീണ്ടും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കേസ് 1 എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ കേസ് 1 എന്ന് പറഞ്ഞിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ എന്നിന്റെ വാല്യൂ 1 ആവുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്ത് സ്വിച്ചിന്റെ വെളിയിൽ പോകും. ഇനി എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ കേസ് 2 ചെയ്യും. എന്ന് പറഞ്ഞാൽ n is equal to 2 ആവുമ്പോൾ ഉള്ള സ്പെസിഫിക് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെയും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രേക്ക് ചെയ്ത് വെളിയിൽ പോകാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എത്ര തവണ വരാം. അവസാനം ഡീഫോൾട്ട് പ്രത്യേകത കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n doesn't match any cases. ഈ സിൻടാക്സ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ കേസ് 1 കേസ് 2 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേസ് 1 എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 ആവുമ്പോൾ, അടുത്തത് കേസ് 2 എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 2 ആവുമ്പോൾ,
ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്നിൻ്റെ വാല്യൂ 1ഉം 2ഉം അല്ല, 1ഉം അല്ല 2ഉം അല്ല, വേറെ ഏതോ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിൻടാക്സ് അനുസരിച്ച് ഏത് ചെയ്യും? ഡീഫോൾട്ട് ചെയ്യും. അപ്പം ഒരു കേസും ആപ്ലിക്കബിൾ അല്ലാതെ വരുമ്പോഴാണ് ഇവിടെ ഏത് ചെയ്യുന്നത്? ഡീഫോൾട്ട് ചെയ്യുന്നത്. ഇതാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. ഇനി സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫ്ലോ ചാർട്ട്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. കേസ് 1 ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബാക്കി താഴെ വരുന്ന എല്ലാം ബൈപ്പാസ് ചെയ്ത് നേരെ സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ സ്വിച്ചിലോട്ട് പോകും. ഇനി കേസ് 1 ട്രൂ അല്ല, ഫോൾസ് ആണെങ്കിൽ കേസ് 2 പോകും. അങ്ങനെ കേസ് 2 പോകുമ്പം കേസ് 2 ട്രൂ ആണെങ്കിൽ ആ കേസ് 2ന്റെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യും. അങ്ങനെ കേസ് 2ന്റെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്വിച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. ഇനി ഇവിടെ കേസ് 3 എപ്പോഴേ വരുള്ളൂ? കേസ് 1ഉം ഫോൾസ്, കേസ് 2ഉം ഫോൾസ് ആണെങ്കിൽ കേസ് 3 വരൂ. അങ്ങനെ വരുമ്പോൾ കേസ് 3 ട്രൂ ആണെങ്കിൽ ആ കേസ് 3ന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും, വീണ്ടും ബ്രേക്ക്. താഴെ വരുന്ന പിന്നെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇവിടെ ജനറലൈസ് ചെയ്ത് കേസ് 3യും ജനറലൈസ് ചെയ്ത് കേസ് എന്നിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും ബ്രേക്ക് ചെയ്യും. ഇനി ഇവിടെ കേസ് 1ഉം അല്ല 2ഉം അല്ല 3ഉം അല്ല അവസാനം എന്നും അല്ലെങ്കിൽ മോളിൽ പറഞ്ഞ ഒരു കേസും അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകും? ഡീഫോൾട്ട്. അങ്ങനെ ഡീഫോൾട്ടിലോട്ട് വരുമ്പോൾ പിന്നെ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്യും. ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും സ്വിച്ചിന്റെ അവസാനത്തിലോട്ട് പോകും. ഇതാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ലോജിക്, ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷൻ. അപ്പം ഇത്രയാണ് നമ്മൾ ജാവയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോളിംഗ് പ്രോഗ്രാം ലോജിക്. ഈ ക്ലാസ്സിന് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോഗ്രാംസ് നോക്കാം. ഓക്കെ, താങ്ക് യു.